ഇന്ന് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, ഈ ഡിസംബർ മാസം 9, 10 ഒക്കെ ആയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇലക്ഷൻ നടക്കുകയാണ്. എല്ലാ പാർട്ടികളും ഉഷാറായിട്ട് രംഗത്തുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇലക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ എന്താണ്, എത്ര പഞ്ചായത്തുകൾ, എത്ര കോർപ്പറേഷനുകൾ ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ പലർക്കും അറിയത്തുണ്ടാവില്ല. കാരണം അവരുടെ വാർഡ് അല്ലെങ്കിൽ അവരുടെ ആ പഞ്ചായത്തിൻ്റെ കാര്യമായിരിക്കും മിക്കവർക്കും അറിയാവുന്നൊരു കേസ്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കേസ്, കേരളത്തിൽ മൊത്തത്തിൽ ഈ സ്വയംഭരണം ഉള്ള സ്ഥാപനങ്ങൾ എത്രയുണ്ട്, എന്താണ് അതിൻ്റെ പേരുകൾ എന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 152 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, 14 ഡിസ്ട്രിക്ട് പഞ്ചായത്തുകളുണ്ട്, 87 മുനിസിപ്പാലിറ്റികളുണ്ട്, 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട്. ഇങ്ങനെ മൊത്തം 1200 സ്ഥാപനങ്ങളിലേക്കാണ് ഇത്തവണ നമുക്ക് എലക്ഷൻ നടക്കുന്നത്. ഇനിയിപ്പോൾ ഓരോ പഞ്ചായത്തിലെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് എത്ര വാർഡുകളുണ്ട്, ഓരോ പഞ്ചായത്തിലെയും വാർഡുകൾ. ഇപ്പോൾ 941 ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞു, 941 ഗ്രാമപഞ്ചായത്തുകൾ, ഓരോ ഗ്രാമപഞ്ചായത്തിലും എത്ര വാർഡുകളുണ്ട്, ആ വാർഡുകളിലൊക്കെ ഓരോ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. അങ്ങനെ എത്രയോ കടന്നിട്ടാണ് നമ്മുടെ ഈ ഇലക്ഷൻ പ്രക്രിയ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ നമ്മളുടെ ഒരു അവകാശമാണ് നല്ലൊരാൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. നമുക്കുള്ള ഒരേ ഒരു അവകാശമാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവകാശമൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കുക, എല്ലാവരും തന്നെ നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കുക. നമുക്ക് ആവശ്യം വരുമ്പോൾ വിളിച്ചാൽ കിട്ടുന്ന ആൾക്കാരെ ആയിരിക്കും ഇലക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നല്ല കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ വിവരം 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, 87 മുനിസിപ്പാലിറ്റി, 6 കോർപ്പറേഷൻ, ഇതാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള സ്ഥാപനങ്ങൾ. ഇതിലേക്കാണ് ഈ പറഞ്ഞ ഡിസംബറിൽ ഇലക്ഷൻ നടത്തുന്നത്. ഇത്തരം വിവരങ്ങൾ നിങ്ങൾ ധരിപ്പിക്കുന്നതാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.